ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇത് നമ്മൾ ഗുഡ് ഫ്രൈഡേയെക്കുറിച്ചുള്ള 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് പ്രോഫസീസ് ഫുൾഫിൽഡ് ഡ്യൂറിങ് ദി ക്രൂസിഫിക്ഷൻ. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടുകൂടി നിവൃത്തിയാക്കപ്പെട്ട 28 പ്രവചനങ്ങളിൽ അവസാനത്തെ 7 ഇന്ന് പറയുന്നത്. ഇതോടുകൂടി ഈ സീരീസ് അവസാനിക്കുകയാണ്. അത് പാർട്ട് 4 ഇന്ന് പറയുന്നത്. അതായത് പ്രോഫസി 22 മുതൽ 28 വരെ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അതോടൊപ്പം നമുക്ക് ഈ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുക. 22ാമത്തെ പ്രവചനം യെശയ്യാ പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്. അത് യേശുക്രിസ്തു തൻ്റെ മരണത്തിൻ്റെ സമയത്തും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ഇൻ്റർസെഷൻ ഫോർ സിന്നേഴ്സ് അങ്ങനെ പ്രാർത്ഥന ചെയ്യുമെന്നുള്ളത് യെശയ്യാ പ്രവാചനം 53-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ എന്ന് പറയുന്നു. ഈ ഭാഗം ഫുൾഫില്ലാകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിലാണ്. അതിങ്ങനെയാണ്: എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇന്നതെന്തെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. 23ാമത്തെ പ്രൊഫസി എന്താണെന്ന് ചോദിച്ചാൽ ദാവീദ് ആണ് അത് പറയുന്നത്. സങ്കീർത്തനം 22-ന്റെ 1-ാം വാക്യത്തിൽ അവൻ്റെ സഫറിങ്സിൽ അതിനെക്കുറിച്ച് പറയാണ്ട് അതിന് എത്രമാത്രം ഭീകരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആ സമയത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന്. എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തെന്ന് ചോദിക്കുന്ന ഈ ഭാഗം ഫുൾഫില്ലാകുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിലാണ്. അതിങ്ങനെ വായിക്കുന്നു: ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അതിനർത്ഥം. 24ാമത്തെ പ്രവചനം വന്നിട്ട് സക്കറിയ പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ കുന്തം കൊണ്ട് കുത്തുമെന്ന് അങ്ങനെ കുത്തിത്തുളയ്ക്കുമെന്നുള്ള ഭാഗം സക്കറിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കുമെന്ന് പറയുന്നു. അത് ഫുൾഫില്ലായിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 34-37 വാക്യങ്ങളിലാണ്. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവനെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന് മറ്റൊരു തിരുവെഴുത്തും ഇതിനാൽ നിവൃത്തിയായി. 25ാമത്തെ പ്രവചനം ദാവീദാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു അവൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. അത് സങ്കീർത്തനം 31-ാം അധ്യായം 5-ാം വാക്യം. നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് ഫുൾഫില്ലായിരിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടുവെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രവചനങ്ങളെല്ലാം അതേപോലെ തന്നെ നടന്നുവെന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. ദാവീദ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രൊഫസിയാണ്. അതായത് 26ാമത്തെ പ്രവചനം സങ്കീർത്തനം 22-ന്റെ 31. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കുമെന്ന് പറയുന്നു. അത് നിവൃത്തിയായിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 19-ന്റെ
30-ാം വാക്യത്തിലാണ് അത് ഇങ്ങനെ വായിക്കുന്നു. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. 27-ാമത്തെ പ്രവചനം നമ്മളിങ്ങനെ സങ്കീർത്തനം 34:20 അവൻ്റെ അസ്ഥികളെയെല്ലാം അവർ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 46-ാം വാക്യത്തിൽ, അതായത് പാസ് ഓവർ ലാമ്പ് പെസഹ കുഞ്ഞാടിൻ്റെ എല്ലുകളൊന്നും ഒടിക്കപ്പെടാതിരിക്കുന്നതിനെക്കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗം ഫുൾഫില്ലാകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 32, 33, 36 വാക്യങ്ങളിലാണ്. പടയാളികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാല് ഒടിച്ചില്ല, അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചുവെന്ന് എഴുതിയിരിക്കുന്നു. അതേപോലെ 28-ാമത്തെ പ്രവചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. അവൻ്റെ ബറിയൽ, അതായത് എൻ്റെ സംസ്കാര ശുശ്രൂഷയെക്കുറിച്ച്, അവൻ്റെ കല്ലറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴിയെ കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്ന് പറയുന്നു. ഇത് നിവൃത്തിയാകുന്നത് ഫുൾഫില്ലാകുന്ന മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 60 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. അതായത് സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായി ഇരിക്കയാൽ വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു. യോസേഫ് ശരീരം എടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ചിട്ട് പോയി. അങ്ങനെ അവൻ്റെ ശവാടക്കത്തെക്കുറിച്ചും ഉള്ള പ്രവചനം അതേപോലെ നിവൃത്തിയായി. അന്ന് സമ്പന്നന്മാരോടുകൂടെ അടക്കമെന്ന് പറഞ്ഞിരുന്നത് അരിമത്യക്കാരനായ യോസഫ് ധനവാനായ അവൻ്റെ കല്ലറയിൽ തന്നെ യേശുവിനെ മറ്റാരെയും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ ധനവാന്മാരോടുകൂടി അവനെ അടക്കം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. സ്നേഹിതരെ, നാം ഈ 4 വീഡിയോകളിൽ കൂടി യേശുവിൻ്റെ ക്രൂസിഫിക്ഷൻ ടൈമിൽ ആ ദിവസം ആ നിവൃത്തിയായ 28 പ്രവചനങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഏവരിലും യേശുവിൻ്റെ കരുണയും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ത്യാഗവും പീഡാനുഭവവും ക്രൂശ് മരണവും ധ്യാനിച്ച് അതിൽ കൂടി നമുക്ക് ശക്തിയും പ്രത്യാശയും പ്രാപിക്കാം. ഈ വീഡിയോ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുന്നു. തെറ്റുകളെയും കുറവുകളെയും ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ടു ഓൾ. ബൈ.